പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ അൽത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോ, ഞങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ഞങ്ങൾ ഈ നിമിഷം അനുഭവിക്കുന്നത്. കുർബാനയായി ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഇതിലേറെ വലിയ ഒരു സൗഭാഗ്യം ഞങ്ങൾക്കില്ല. ആ ഒരു വലിയ ബോധ്യത്തോടെ ഈശോയെ നിന്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-22 വചനങ്ങൾ പ്രകാരം പറഞ്ഞു: എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഈശോയെ, അവസാനിക്കാത്ത സ്നേഹവുമായി, അസ്തമിക്കാത്ത സ്നേഹവുമായി, എന്നും നിലനിൽക്കുന്ന വലിയ കാരുണ്യമായി നീ ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, കാൽവരിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ വലിയ മഹനീയ കാര്യങ്ങൾ, രക്ഷാകരമായ രഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി, നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം മനസ്സിലാക്കി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഒരു നിമിഷം കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ കൃപകളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവ് നമ്മളോട് കാണിച്ച ആ വലിയ സ്നേഹവും കരുണയും ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈശോയിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ലഭിച്ച ആ വലിയ സ്നേഹവും കരുണയും ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഈശോയെ കണ്ടുമുട്ടും. അതുപോലെ തന്നെ സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു. അതെല്ലാം കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്: ഈശോയെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈശോയെ സമീപിക്കുമ്പോൾ അവരെ വളരെ മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. വീണ്ടും തുടർന്ന് നമ്മൾ വചനത്തിൽ കാണുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ഏത് മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യവും കൃത്യമായിട്ടും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്ന കാര്യമാണ്: നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വളരെ ശക്തമായ ഒരു കാര്യം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലായി. അതായത് ഇത്രയും നമ്മുടെ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവുമായ ദൈവം ഇതുപോലെ സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്. അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം, തന്നോട് ചോദിക്കുന്നവർക്കെല്ലാം എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതായത് പിതാവായ ദൈവം മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി വീണ്ടും പിതാവിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നു: കർത്താവ് അളന്നല്ല ആത്മാവിനെ നൽകുന്നത്, അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നുള്ള വലിയ വാഗ്ദാനം. ഈ ഒരു ജീവിതത്തിൻ്റെ
ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നൊന്നല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി ഒരു വലിയ കൃപയാണ് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോഴാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണം ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അവർക്ക് തൻ്റെ മുമ്പിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് കൂടുതലായിട്ടും കാണേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും അതുപോലെ തന്നെ അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ഈശോ പറയുകയാണ്, ഇത് നിങ്ങളുടെ മുമ്പിൽ യോനായേക്കാൾ വലിയൊരു പ്രവാചകൻ. യോനായ പ്രവാചകൻ ഒരു പ്രത്യേകത, മാനസാന്തരം അറിയിച്ചുകൊണ്ട് നിനവേയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ വാക്ക് കേട്ട് ആ ഒരു പ്രദേശം മുഴുവനും മാനസാന്തരപ്പെട്ടു. അത് അവർ ചാരം പൂശി ചാക്കുടുത്ത് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. ദൈവം അവരുടെ മേൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വലിയ ശിക്ഷ അതെല്ലാം ദൈവം തൻ്റെ കരുണയാൽ ഇളവ് ചെയ്തു കൊടുക്കുക, അവരുടെ അനുതാപം കണ്ടിട്ട്. അങ്ങനെ യോനാ പ്രവാചകനേക്കാൾ വലിയ ഒരു പ്രവാചകൻ ഇതാ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈശോ പറയുന്ന കാര്യം ഇതാണ്. അതിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമെന്ന് പറയുന്നത് അനുതാപത്തോടെ തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് മകനെ മകളെ എന്നുള്ള വലിയൊരു ഉറപ്പാണ്. വീണ്ടും നമ്മൾ ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാ സോളമനേക്കാൾ വലിയവൻ. പഴയ നിയമത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയാണ് സോളമൻ രാജാവ്. ആ സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ മറ്റാർക്കും പറ്റിയില്ല. ജ്ഞാനം അറിയുവാനും അനുഭവിക്കുവാനുമായി നിരവധി ആളുകൾ അവിടെ വന്നു എന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ജ്ഞാനിയായ സോളമനേക്കാൾ വലിയവൻ, സർവജ്ഞാനത്തിൻ്റെയും ഉടയവനായ ക്രിസ്തു ഇതാ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകത, അതായത് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല, മറിച്ച് അത്ഭുതങ്ങളുടെ രാജാവായ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുക. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും മേഖലകളിലും നമ്മൾ അത്ഭുതങ്ങളുടെ രാജാവായ ക്രിസ്തുവിനെ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കി കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയം, കൃപയുടെ സമയം, ദൈവത്തിൻ്റെ കരുണ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുന്ന ഈ സമയം, വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെയായിരിക്കുന്ന ആ നല്ല തമ്പുരാന്റെ സ്നേഹവും കരുണയും തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത നല്ല തമ്പുരാൻ ഇതാ നമ്മുടെ കൂടെയുണ്ട്. ഞാനിങ്ങനെ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് അരുൾ ചെയ്തുകൊണ്ട് കുർബാനയിലൂടെയും തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും കർത്താവ് നമ്മളെ ഇതുപോലെ സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ ഈ ഒരു സ്നേഹത്തിലേക്കും കരുതലിലേക്കും തിരിച്ചു വരാൻ വേണ്ടിയാണ്. ഇന്ന് ഈ കൃപയുടെ സമയത്തിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഈശോയെ നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ നിന്റെ ആഗ്രഹം എന്താണ് എന്ന് തിരിച്ചറിയുവാനും അതിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവുമൊക്കെ പലപ്പോഴും ക്ഷയിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ അത് തിരിച്ചറിയുന്നതിന് പകരമായിട്ട് പലപ്പോഴും എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ആഴമായ വിശ്വാസത്തോടെ നിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പൂർത്തിയാകുവാൻ ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിച്ച കർത്താവെ, നിന്റെ സ്നേഹം മനസ്സിലാക്കി നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മുൻപോട്ടുള്ള ജീവിതം ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ ബലമോ ഞങ്ങളുടെ കഴിവോ ആഗ്രഹങ്ങളോ ഒന്നുമല്ല, മറിച്ച് നിന്റെ വലിയ കൃപ ഞങ്ങളിൽ പ്രവർത്തിക്കണം.
ഈശോയെ, ആ ഒരു വലിയ ആഗ്രഹത്തോടെ നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഭക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങുന്ന സമയം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, മനസ്സ് തുറന്ന് നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് നിത്യജീവൻ അവകാശമാക്കാൻ പറ്റുന്നത്. ഈശോയെ, നീ മാത്രമാണ് ഏകരക്ഷകൻ എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ പാപിക്കും അവകാശപ്പെട്ട ആ ഒരു വലിയ സ്നേഹവും കരുണയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീണ്ടും പുതിയൊരു ഉണർവോടെ, പുതിയ സ്നേഹത്തോടെ നിന്റെ സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ ആവശ്യങ്ങളിലും നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവെ എവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ സഹായമാകുന്നത് നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ്. നീ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള കരുണയാണ്. ഈശോയെ, മുൻപോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ, നിന്റെ സ്നേഹം മനസ്സിലാക്കി നിന്റെ സ്നേഹത്തിലും കരുണയിലും ശരണപ്പെട്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ വലിയ കരുണയാൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവരുടെ ജീവിതങ്ങളിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.